നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ, ശ്രീ മഹേശ്വര, മഹിയേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അത് സംഭവിച്ചെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അത് നടന്നത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. എന്റെ ജീവിതം എങ്ങോട്ടാണെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഒഴുക്കിനൊത്തു പോവാനേ എനിക്കറിയൂ. രക്ഷിക്കണേ ശ്രീ മഹേശ്വര. താങ്ക് യു ശ്രീ മഹേശ്വര. ഞാൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ പോലെ ഗംഗയച്ഛൻ കല്യാണം കഴിച്ചു. ഗംഗ എന്റെ അമ്മയായി. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ സാധിച്ചു തരുമെന്ന് ഗംഗ പറഞ്ഞപ്പോ എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വാസമായി. ഒത്തിരി താങ്ക്സ്. എന്നാലും അവര് വീണില്ലല്ലോ മോളെ. നമ്മുടെ പൗഡർ പരിപാടിയും ചീറ്റി. ഈ പൗഡർ ഒന്നും കൊള്ളില്ല അമ്മേ. അതിലൊന്നും ചവിട്ടി ആരും വീഴത്തൊന്നുമില്ല. അതാ പൗഡറിന്റെ കുഴപ്പമൊന്നുമല്ല. കാറ്റടിച്ചപ്പോ പൗഡർ പറന്നു പോയില്ലേ. എന്തായാലും പരിപാടി ചീറ്റി. ഇനി നമുക്ക് വേറെന്തെങ്കിലും പരിപാടി നോക്കാം. എന്നാലും ആ കുട്ടി പിശാച് പോലും വീണില്ലല്ലോ. അതാ സങ്കടം. അയ്യോ അമ്മേ, നീ എന്റെ മോളെ കുട്ടിപ്പിശാചെന്ന് വിളിക്കുവല്ലേ? അവിടെ കിടക്കടി. നിനക്കുള്ളത് ഇനിയും പുറകെ പുറകെ തരാം. അയ്യോ, എഴുന്നേക്കമ്മേ. അയ്യോ, എന്താ പറ്റിയത്? നീ നിലവിളക്കം കൊണ്ട് വലത് കാലം വെച്ച് വീട്ടിൽ കയറിയില്ലേ? അതിന്റെയോ? ഇനി ഇവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. പതുക്കെ. നീ ഒന്ന് പിടിച്ചെണീപ്പിക്കണേ. നോക്കി നിൽക്കാതെ അമ്മ ഒന്ന് പിടിച്ചെണീപ്പിക്കടി. സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ നോക്കി. അവരെ സഹായിക്കണ്ടായിരുന്നു. ഒന്നുകൂടി തള്ളിയിട്ടാ മതിയായിരുന്നു. അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ എല്ലാരോടും നല്ല കാര്യങ്ങളെ ചെയ്യാവൂ, നന്മയോടെ പെരുമാറാവൂ. എന്നാലേ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. എന്റെ മോളെ വളർത്തേണ്ടത് നീ തന്നെയാ ഗംഗേ. തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് അവളെ ഒരു നല്ല കുട്ടിയായി വളർത്താൻ നിനക്കേ സാധിക്കൂ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.